അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, താങ്കൾ ഉറവിട സംസ്കരണത്തെക്കുറിച്ച് എന്തോ സൂചിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് അങ്ങേക്ക് സൂചിപ്പിക്കാനുള്ളത്? അല്ല, അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഉറവിട സംസ്കരണം പരാജയമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ട്. അത് കേട്ടപ്പോഴാണൊന്ന് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഈ തിരുവനന്തപുരത്ത് 2011 വിളപ്പിശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിപ്പോകുന്നത്. അപ്പൊ അന്ന് ഞങ്ങള് വിളപ്പിശാലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഏതാണ്ട് 400 ടണ്ണിലധികം വരുന്ന മാലിന്യങ്ങൾ 45 ലോറികളിലായിട്ടാണ്. പ്ലാന്റ് പൂട്ടിയാലും മാലിന്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 2011 മുതൽ 2024 കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ടൺ മാലിന്യം ഈ നഗരത്തിൽ അടിഞ്ഞു കൂടണം. നമ്മൾ അറിയേണ്ടത് അത്രയും മാലിന്യം ഇപ്പോൾ നഗരത്തിലില്ല. ഇവിടെ ചില അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അമഴിഞ്ഞ തോടിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും മാലിന്യം നിക്ഷേപിക്കുന്നത്. അന്ന് ഈ പ്ലാന്റ് പൂട്ടിപ്പോകുന്ന സമയത്ത് ഉറവിട സംസ്കരണങ്ങൾ ആരംഭിച്ച് ഏതാണ്ട് 60,000-ൽ പരം കിച്ചൺ ബിൻ ബയോ കമ്പോസ്റ്റർ യൂണിറ്റുകൾ വീടുകളിൽ സ്ഥാപിച്ചിട്ടാണ് നമ്മൾ മാലിന്യത്തിന്റെ അളവ് കുറച്ചത്. ഇന്ന് എനിക്ക് വളരെ കൃത്യമായി പറയാൻ വേണ്ടി കഴിയും, ഏതാണ്ട് 150 ടണ്ണിൽ താഴെ മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ മാലിന്യ പുറത്തേക്ക് വരുന്ന മാലിന്യത്തിന്റെ അളവെന്ന് പറയുന്നത്. അത്രയ്ക്കും കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് ജനത ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കാനും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി വിജയിപ്പിക്കുന്നതിന് നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നഗരത്തിന്റെ തെരുവോരങ്ങളിൽ ഇപ്പോൾ മാലിന്യം കാണാനില്ല. മാലിന്യം ഉള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞ ചില പ്രദേശങ്ങളിലും ആമിഴഞ്ഞാൻ തോടിലും മറ്റു ചില കേന്ദ്രങ്ങളിലും ഒക്കെയാണ്. ആ കേന്ദ്രം എവിടെയാണെന്ന് ഏത് ഉറക്കത്തിലും എനിക്കറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഞാനിത് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണം പരാജയമല്ല. ഓരോ മനുഷ്യനെയും ഈ ഉറവിട സംസ്കരണത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മാലിന്യ സംസ്കരണം നടത്താമെന്ന് തെളിയിച്ചിട്ടുള്ള നഗരമാണ് തിരുവനന്തപുരം. നഗരവാസികൾ നല്ല ജാഗ്രതയുള്ളവരാണ് എന്നുള്ളത്. ചെറിയ വീടുകളിൽ ഉറവിട സംസ്കരണം സാധ്യമാണ്. ചെറിയ തട്ടുകടകൾ കേന്ദ്രീകരിച്ച്, ഇപ്പോൾ കോഫി ഹൗസുകൾ കേന്ദ്രീകരിച്ച്, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഈ ഉറവിട സംസ്കരണം എന്നുള്ളത് എങ്ങനെയാണ് സാധ്യമാവുക? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഈ കിച്ചൺ ബിൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നത്. അപ്പോൾ ഒരു 4-5 പേരുള്ള ഒരു വീട്ടിൽ 180 ഗ്രാം മാലിന്യമായിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. ഇത് ഈ ബയോ കമ്പോസ്റ്റർ കിച്ചൺ ബിന്നിലൂടെ നമുക്ക് സംസ്കരിക്കാൻ കഴിയും. ആ സംസ്കരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വളത്തെ കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇത് വളരെ സിമ്പിളായി ചെയ്യാം. നമ്മൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ വി കെ പ്രശാന്തോ ഒരു മധ്യവർഗത്തിനോ അല്ലെങ്കിൽ ഒരു ഇടത്തരം മധ്യവർഗത്തിൽപ്പെട്ട കുടുംബത്തിന് അത് സാധ്യമാണ്. പക്ഷേ അതല്ലാതെ തട്ടുകടകളാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഇപ്പോൾ തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ ഏറെയും വരുന്നത് അവിടെ നിന്നാണല്ലോ. അവിടെ ഈ ഉറവിട മാലിന്യ സംസ്കരണം എങ്ങനെ പ്രയോജനപ്പെടും എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ചോദിച്ചത്. അല്ല, അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് തുമ്പൂർ മൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളെയാണ്. അപ്പോൾ പ്രകൃതി പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് ഏതാണ്ട് 300-ലധികം വരുന്ന ബയോ കമ്പോസ്റ്റർ തുമ്പൂർ മൊഴി യൂണിറ്റുകൾ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ പലതും പരാജയമാണ് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. വി കെ പ്രശാന്ത്, അല്ല, അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അത് പ്രോപ്പറായി കൈകാര്യം ചെയ്യുന്നതിലുള്ള പിശക് കൂടിയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ പ്ലാന്റ് വെക്കാൻ ആരും അനുവദിക്കുക, നഗരത്തിലെന്നല്ല കേരളത്തിൽ ഇപ്പോൾ ആരും അനുവദിക്കുന്നില്ലല്ലോ. അപ്പോൾ പ്ലാന്റ് വെക്കാൻ ജനം അനുവദിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉറവിട മാലിന്യ സംസ്കരണം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പോംവഴി. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹോട്ടലുകളോ അല്ലെങ്കിൽ തട്ടുകടകളോ കല്യാണ മണ്ഡപങ്ങളോ ഇവർ ചേർന്ന് ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നഗരത്തിലെ ഭൂരിഭാഗം വീടുകളും ഈ സിസ്റ്റത്തിലേക്ക് വരികയും അല്പം കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ട് അവരുടെ മാലിന്യം സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെറിയ പ്ലാന്റ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാന്റുകൾ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ടാം ഘട്ടം തുടങ്ങേണ്ടിയിരുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ വീഴ്ചയെ ചൂണ്ടിക്കാട്ടപ്പെടുന്നതും നമ്മൾ അവിടം കൊണ്ട് അവസാനിപ്പിച്ചു പോയി എന്നുള്ളതാണ്. താങ്ക് യു ഡോക്ടർ വി കെ പ്രശാന്ത്. എനിക്കറിയാം ചർച്ചയിൽ മറ്റ് 3 അതിഥികൾ കൂടി ഉള്ളതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ ഈ ഇൻപുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, കണക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് സുഭാഷ്